ഒരുപാട് പ്രേക്ഷകർക്ക് സങ്കടം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു കൺഫഷൻ റൂമിൽ ഇരുന്ന് ജിൻഡോ കരയുന്നത്. ആക്ച്വലി ഹൗസ് മേറ്റ്സ് എത്ര ശ്രമിച്ചാലും ജിൻഡോയെ കുലുക്കാൻ പറ്റില്ല. പക്ഷെ ജിൻഡോ ശരിക്കും സങ്കടം വന്നുപോയത് ബിഗ് ബോസ് വാർണിങ്ങിന്റെ രൂപത്തിൽ പറഞ്ഞപ്പോഴാണ്. കാരണം ജിൻഡോ ഫിസിക്കൽ അസോൾട്ട് ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ബിഗ് ബോസിനൊരു പേടിയുണ്ട്. കാരണം ഓൾറെഡി ഒരു സ്ട്രോങ് പ്ലെയർ ഒരു ഫിസിക്കൽ അസോൾട്ട് നടത്തിയിട്ട് പുറത്തുപോയി. അപ്പോൾ ഇനി ഒരാളും കൂടെ പോവാന്ന് വെച്ചാൽ ബിഗ് ബോസിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. വൈൽഡ് കാർഡൊക്കെ വരുന്നുണ്ടെങ്കിൽ പോലും അകത്ത് നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റൻസ് പോകുന്നത് ഷോയ്ക്ക് വലിയ നഷ്ടം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് മുൻകൂട്ടി ഇവരെ വിളിച്ച് വാൺ ചെയ്യുന്നതാണ് സത്യത്തിൽ. അത് ബിഗ് ബോസ് പറയുന്നുമുണ്ട്. പക്ഷെ എന്നിരുന്നാലും താൻ തെറ്റൊന്നും ചെയ്തില്ല എന്ന് ബോധ്യമുള്ള ജിൻഡോ സ്വാഭാവികമായിട്ട് എല്ലാവരും കൂടി ആക്രമിച്ച് അതൊക്കെ നേരിട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആള് മനുഷ്യനല്ലേടെ. ഇവിടെ കുറെ പേര് കമന്റ് ഒക്കെ ചെയ്യുന്ന കണ്ടു, പറയുന്നതും കേട്ടു. അതായത് ജിൻഡോയുടെ ഗെയിമാണ് കരയുന്നത് വരെ എന്ന്. ബാക്കി ആര് കരയുന്നതും ജെന്യുവിനാണ്, ജിൻഡോ കരയുന്നത് മാത്രം ഗെയിമായിട്ട് തോന്നും പലർക്കും. ദിവസേന 2 മിനിറ്റ് കരഞ്ഞിട്ട് 23 മണിക്കൂർ 58 മിനിറ്റും കണ്ടന്റ് കൊടുക്കുന്ന ആളല്ല ജിൻഡോ. 24 മണിക്കൂറിൽ ഉറങ്ങുന്ന സമയത്തൊഴികെ ബാക്കിയെല്ലാം ഇപ്പോഴും കണ്ടന്റ് കൊടുക്കുന്ന കണ്ടസ്റ്റന്റ് ആണ്. ആരെങ്കിലും ഒരാൾ ഒരു നോമിനേഷനിൽ ഒരു പേര് പറഞ്ഞാൽ പോലും കരഞ്ഞ് മെഴുകുന്ന ആൾക്കാരുള്ള വീട്ടില് 13 പേര് ഒന്നിച്ച് വന്നിട്ട് കട്ടയ്ക്ക് നിൽക്കുന്ന ജിൻഡോ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ജെന്യുവിനായിട്ട് അങ്ങേരുടെ ഹൃദയത്തിൽ നിന്ന് വന്നത് തന്നെയാണ്. ഒരു സംശയമില്ല. അയാൾക്ക് അവിടെയുള്ള പലരെയും പോലെ നന്നായിട്ട് സംസാരിച്ച് നിൽക്കാനൊന്നും അറിയില്ലായിരിക്കും. പക്ഷെ മണ്ടനെന്ന് പലരെയും വിളിക്കുന്നുണ്ടല്ലോ. ആരെക്കാളും നല്ല ബുദ്ധിയും ബോധമൊക്കെ ആ മനുഷ്യനുണ്ട്. അതായത് നമ്മൾ ക്രിക്കറ്റിലാണെങ്കിലും ഇറങ്ങി കളിക്കുന്നവനാണ് ഔട്ടാവാനും ചാൻസ് കൂടുതൽ, റൺസ് അടിക്കാനും ചാൻസ് കൂടുതൽ. ചിലപ്പോൾ അവൻ ഒരു ഓവറിൽ തന്നെ 4 സിക്സ് അടിച്ചിട്ട് 5ാമത്തെ പന്തിൽ ഔട്ടാവുമായിരിക്കും. പക്ഷെ കളിക്കാതെ ഒരിടത്ത് കൊട്ടി നിൽക്കുന്നവ ആ നിൽക്കേ ഉള്ളൂ. കളി തോക്കുന്നതുവരെ അങ്ങനെ അങ്ങ് നിൽക്കും. ഇറങ്ങി കളിക്കാൻ ധൈര്യം കാണിക്കുന്നവൻ ചിലപ്പോൾ മിസ്റ്റേക്സും കാണിക്കും, ചിലപ്പോൾ അവൻ അടിപൊളിയായിട്ട് കളിക്കുകയും ചെയ്യും. അതുപോലെ ജിൻഡോ ഇറങ്ങി കളിക്കുമ്പോൾ പറയുമ്പോൾ ചില അബദ്ധങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷെ അയാൾ കളിക്കുന്നുണ്ട് അവിടെ, അത് കാണണം. മറിച്ച് കളിക്കാതെ ഒരു മൂലയിൽ പോയി ഇരിക്കുന്നവനൊക്കെ തോന്നും അയാൾ എന്തോ വലിയ മണ്ടനായിട്ടൊക്കെ. ശരിക്കും മനസ്സിലാക്കേണ്ടത് മണ്ടനെന്ന് ഇയാളെ വിളിക്കുന്നവനാണ് യഥാർത്ഥ മണ്ടൻ. എന്തായാലും ജിൻഡോയുടെ ആ ഒരു ഇമോഷണൽ സീന് പോലും അയാളുടെ ഗെയിം ആണെന്ന് പറയുന്നതിനോട് ഒരു യോജിപ്പുമില്ല. റോക്കി കൺഫഷൻ റൂമിൽ കിടന്ന് കരഞ്ഞു വിളിക്കുമ്പോൾ നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല റോക്കി അങ്ങനെ കരയുമെന്ന്. പക്ഷെ പിന്നെ നമുക്ക് മനസ്സിലായി ആ മനുഷ്യന്റെ ഇമോഷൻസ് ആണ് നമ്മൾ കൺഫഷൻ റൂമിനകത്ത് കണ്ടത്. കൺഫഷൻ റൂം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു കുംഭസാര കൂട് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കുംഭസാരം അല്ലെങ്കിൽ ഏറ്റുപറച്ചിൽ നടത്തുന്ന ഒരു റൂമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യൻ വളരെ വളരെ ജെന്യുവിൻ ആയിട്ട് മാറും. അവർ പറയുന്നത് ഹൃദയത്തിൽ നിന്നായിരിക്കും, അവരറിയാതെ വന്നു പോകും. ആ തരത്തിലാണ് അങ്ങനെ ഒരു റൂം തന്നെ അവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഒരാൾ ഇമോഷണലി ഒന്ന് വീക്കായിട്ട് അയാൾ ഒന്ന് കരയുകയാണെങ്കിൽ അതുപോലും ഡ്രാമ എന്ന് പറയുന്നത് ശരിയല്ല. എല്ലാവർക്കും ഇമോഷൻസ് ഉണ്ട്. വലിയ മസിൽ ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ ബോഡി ബിൽഡർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ കിക്ക് ബോക്സിങ് കരാട്ടെ ചാമ്പ്യൻ ആയതുകൊണ്ടോ ആരും കരയില്ല എന്നുള്ള ധാരണയൊന്നും വേണ്ട. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമേ കണ്ണുനീര് വരൂ എന്ന ധാരണയും വേണ്ട. വലിയ മസിലുള്ള നല്ല കട്ടി മീശയുള്ള അല്ലെങ്കിൽ വലിയ താടിയുള്ള മനുഷ്യന്മാരുടെ കണ്ണിൽ നിന്നും കണ്ണീരൊക്കെ വരും. അത് മനസ്സിലാക്കാനുള്ള ഒരു മനസ്സെല്ലാവർക്കും ഉണ്ടായാൽ മതി. കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം.